അല്ല നീ ഇവിടെ ജോലി ചെയ്തോണ്ടിരുന്നാലാ ഫംഗ്ഷൻ കറക്റ്റ് എത്തണ്ടേ? എന്റെ ഏട്ടാ നമ്മള് പോകുമ്പോ അമ്മയ്ക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് പോവണ്ടേ? അമ്മ ഇപ്പൊ എന്തേ? അമ്മയോട് പറയണം വരണ്ടെന്ന്. എന്തുവേട്ടാ ഇത്രയും ദൂരം വരെ അമ്മേനെ കൊണ്ട് പോവാനാ? പക്ഷെ അമ്മ ചോദിക്കുമ്പോ എന്ത് പറയാം? ചോദിക്കുമ്പോ പറയണം വേറെ എവിടെയെങ്കിലും പോവാന്ന് പറയും. ഏട്ടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അമ്മ അവിടെ വന്നിട്ട് കിടന്നിട്ട് കാലുവേന കൈവേന എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നത് എന്തെങ്കിലും പറഞ്ഞാൽ ഞാനും മൈൻഡ് ചെയ്യത്തില്ല. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏട്ടനായിരിക്കും. ഒട്ടും തൈലം പറ്റിയിട്ടുണ്ട്. ചെറിയൊരു ആശ്വാസം ഉണ്ടടാ. ഒരു 3-4 പ്രാവശ്യം കൂടി ഇടുമ്പോ ഒരു ആശ്വാസം കിട്ടുമെന്ന് തോന്നുന്നു. തൈലം മാത്രം ഇട്ടാ പോരാ, ചൂട് പിടിക്കണം. എടാ നീ ലില്ലി ഇങ്ങോട്ടൊന്ന് വരാൻ പറഞ്ഞേ. ലില്ലി കനകം മച്ചവിടെ പുറത്ത് അവിടെ ബർത്ത്ഡേക്കോ എന്തോ ഫംഗ്ഷനോ പോകുന്ന കാര്യം പറയുന്ന അവിടെ. അയ്യോ ഞാനങ്ങ് മറന്നുപോയടാ. ഞാനും കൂടെ പോയി റെഡി ആവട്ടെ. എനിക്കും. അമ്മ എന്തിനാ റെഡിയാന്ന്? എന്ത് അവർ രണ്ടുകൂടെ പോകുന്ന കാര്യമാണ് പറഞ്ഞത്. നിന്റെ കൂടെ അങ്ങനെ പറഞ്ഞ അവര് എന്നെ കൊണ്ടുപോകണില്ലെന്ന്? അവർ രണ്ടുപേരും പോകുന്നുള്ളെന്ന് പറഞ്ഞു. അത് ശരി. അപ്പൊ എന്നെ കൊണ്ടുപോകാതെ പോകാനുള്ള പരിപാടിയാണ് അല്ലേ? കാണണമല്ലോ. അവരങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ഇനി എന്റെ പേര് പോയി കൂട്ടി ചോദിക്കല്ലേ. അവര് ഭാര്യ ഭർത്താവിടെ പോയിട്ട് വരട്ടെന്ന്. അത് ശരി. എടാ എന്നാണ് അവന് ഒരു ഭാര്യയും ഭർത്താവും ഒക്കെ ആയത്? എന്നാണ് അവനൊരു ഭാര്യ ഉണ്ടായത്? ഞാൻ പെറ്റി വളർത്തി ഇത്രയും പ്രായമാക്കി അവനൊരു ജോലിയും വാങ്ങിച്ചു കൊടുത്ത് പെണ്ണും കെട്ടിപ്പിച്ചിട്ടല്ലേ അവനൊരു ഭാര്യ ഉണ്ടായത്? അതുവരെ അവന് ഭാര്യ ഉണ്ടായിരുന്നില്ല, ഭാര്യയിൽ കഴിക്കോലൊന്നും ഇല്ലായിരുന്നല്ല. അമ്മ ഞാൻ ഈ തക്കുടു മോന്റെ കൂട്ടി ഇങ്ങനെ കിടന്ന് നിർബന്ധം പിടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ അവര് പോയിട്ട് വരട്ടെ. അതെടാ അതെ അതെ. തക്കുടൂനെ ഇപ്പൊ വളർത്തുന്ന കണക്ക് തന്നെയാണ് അവനെ ഞാൻ വളർത്തി വലുതാക്കി ഈ പരുവത്തിലാക്കിയത്. നിനക്കറിയാമോ? ഇതിപ്പം കൈവിട്ട് പോകുന്ന ലക്ഷണാണല്ലോ. കണ്ടിട്ട് തന്നെ ഞാൻ കനകമ്മച്ചമ്പിയോട് പറയാം അമ്മയും കൂടെ ബർത്ത്ഡേ ഫംഗ്ഷന് കൊണ്ടുപോകാൻ. ഓക്കെ നിന്റെ ശുപാർശ വേണോ എന്നെ കൊണ്ടുപോകാൻ പറയാൻ? എനിക്ക് ആരുടെ ശുപാർശ ഉണ്ട്? എന്റെ ഗിരിജായനോട് എനിക്കൊരു വാക്ക് പറഞ്ഞാൽ മതി, അവൻ ചെല്ലം പോലെ എന്നെ കൊണ്ടുപോകും. നിനക്കറിയാമോ? എനിക്കിതൊന്നും അറിയണം. രണ്ടിലൊന്നും എനിക്കിന്ന് അറിയണം. ഞാൻ പോകും. അല്ല നിങ്ങളിത് എങ്ങോട്ട് പോണ്? അമ്മ മറ്റേ ബർത്ത്ഡേ ഫംഗ്ഷൻ അല്ലേ? അയ്യോ അത് എന്നായിരുന്ന? എവിടത്തെ ബർത്ത്ഡേ? മറ്റേ ബാലരാമപുരത്തെ അമ്മ. അയ്യോ നമ്മുടെ വെഞ്ഞാറമുട്ടിലെ ശ്രീകണ്ഠൻ മാമനും മക്കളൊക്കെ അങ്ങ് ദുബായിലല്ലായിരുന്ന? അവര് വന്നിട്ടുണ്ട്. അവര് ഇങ്ങോട്ട് വരുന്നെന്ന് വിളിച്ചു പറഞ്ഞു. ഇപ്പൊ വിളിച്ചു പറഞ്ഞതേ ഉള്ളൂ. അവര് പുറപ്പെട്ട്. ശ്രീകണ്ഠൻ മാമൻ ദുബായിലുള്ള ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്? അല്ല തങ്കച്ചേട്ടത്തി പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത് ശരി. അങ്ങനെയാണെങ്കിലേ നമ്മള് പോയിട്ട് വേഗം വരാം. അതാണ്. അയ്യോ എടാ അവർക്ക് വന്നിട്ട് നിൽക്കാനൊന്നും സമയമില്ല. അവർക്ക് വരണം, നിങ്ങളെ ഒന്ന് കാണണം, അപ്പോഴത്തന്നെ തിരിച്ചും പോകണം. അവിടെ നിന്ന് വന്നതല്ലേ, പല പല ബന്ധുക്കളും ഉണ്ട്, എല്ലാ സ്ഥലത്തും ഓടി എത്തേണ്ട അവധിയൊന്നും ഇല്ല. എന്ന് പറഞ്ഞാൽ പിന്നെ ബർത്ത്ഡേ ഫംഗ്ഷന് പോണ്ടേ? അല്ല അപ്പൊ അതങ്ങനെയാണ്. വേണ്ട ഒറ്റയ്ക്ക് പോട്ടെ. ഒറ്റയ്ക്ക് പോട്ടെ. അല്ല ഒരു കാര്യം ചെയ്യും, അവര് വരുന്ന സ്ഥിതിക്ക് ലില്ലിപ്പണ്ണ ഒറ്റയ്ക്ക് പോട്ടെ. മച്ചമ്പിയോടൊക്കെ ഇതെന്താ നിങ്ങൾ പോവാത്ത ഇത്ര നേരമായിട്ടും? എങ്ങനെ പോകും? ശ്രീകണ്ഠൻ നായരോ ജോൺ ബ്രിട്ടാസ് ആരുടെ ഇവിടെ വിരുന്നിന് വരുന്നു. ആര്? ശ്രീകണ്ഠൻ മാമനെ ദുബായിലുള്ള ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പോണെന്ന്. അതിനെന്താ നിങ്ങള് പോയിട്ട് വാ. ഞാനത് പറഞ്ഞു. അപ്പൊ അമ്മയ്ക്ക് പറഞ്ഞ അവർക്ക് സമയമില്ല, പെട്ടെന്ന് കണ്ടിട്ടേ പോകാൻ പറ്റുള്ളൂ. അമ്മേനെ വിളിച്ചാ? നിന്നെ വിളിച്ചിട്ടൊന്നുമില്ലല്ലോ. ഇല്ല. ഇതെന്ത് പാടിത്? നമ്മളോട് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇവര് വിളിച്ചു പറയുമ്പോ നമുക്ക് എന്താ തിരക്കൊന്നുമില്ലേ? നീ പോയിട്ട് വളർക്കാ, നീ അവരെ വിളിച്ചാൽ ഉച്ച കഴിഞ്ഞിട്ട് വരാൻ പറയാം. അമ്മ ഒരു കാര്യം, അമ്മേനെ ഫോണിൽ എടുത്തേ. എന്റെ ഫോൺ എന്റെ എന്റെ ഫോൺ ആർക്കും വിളിച്ചത് മാമേ. തന്നെ. അപ്പൊ ഞാൻ വിളിച്ചിട്ട് പറയാം എവിടെ എത്തി ചോദിക്കാം. അവര് എത്താറായെന്നാ പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നില്ലല്ലോ. തരത്തില്ല. ചോദിക്കട്ടെ അമ്മേ. വേണ്ട, നിങ്ങൾ ചോദിക്കണ്ട. എന്റെ അടുത്ത് പറഞ്ഞു അവര് എത്താറായെന്ന്. ഫോൺ കൊടുക്കാം, അവൻ വിളിച്ചു പറയട്ടെ ഉച്ച കഴിഞ്ഞിട്ട് വരാൻ. അല്ല ഉച്ച കഴിഞ്ഞിട്ട് വരാൻ പറയാൻ പറ്റത്തില്ല. അവര് ഇറങ്ങി കഴിഞ്ഞ് അവരിപ്പൊ ഇങ്ങ് എത്തും. അമ്മ ഞാൻ മലയാളത്തിൽ പറഞ്ഞ ഫോൺ ഇങ്ങനെ തന്നെ ഞാൻ വിളിച്ചിട്ട് ചോദിക്കാം മാമ എവിടെ എത്തി ചോദിക്കാം. മാമ ഇവിടെ എത്തിയിട്ടില്ലെങ്കിൽ ഞാൻ പോവാം. എത്തിയിട്ടില്ലെങ്കിൽ പിന്നെ അവര് തിരിച്ചു പോണോ? അത് നടക്കത്തില്ല. തരത്തില്ല എന്ന് പറഞ്ഞാൽ തരത്തില്ല തരത്തില്ല തരത്തില്ല. അത് കൊള്ളാലോ, അതൊരു നിർബന്ധമാണല്ലോ. വിളിച്ചിട്ടില്ല. അമ്മേ എന്തോ കള്ളക്കളി ഉണ്ട്. നേര് രണ്ട് കണ്ണും നോക്കണം. കൊറേ നേരമായി. അതാ എനിക്ക് മനസ്സിലായി. എന്താ സംഭവം? എന്താ? അതെ, നിങ്ങൾ രണ്ടുകൂടെ ബർത്ത്ഡേ പാർട്ടിക്ക് പോന്നപ്പം അമ്മയെ കൊണ്ടുപോകുന്നില്ലെന്ന് അറിഞ്ഞപ്പം അമ്മയ്ക്ക് ഭയങ്കര കുണ്ടക്കറു. അങ്ങനെ പെട്ടെന്നുണ്ടാക്കിയ ഒരു കള്ളമാണ് ദുബായിലെ ശ്രീകണ്ഠൻ മാമേ. ഞാൻ അന്നേരം പറഞ്ഞില്ല സീരിയസ് ആയിട്ട് എടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. കൊള്ളാം, നീ നല്ല ആളാണല്ലോടാ. എന്റെ മക്കളെ, ഞാനൊന്നും മനസ്സാവാതെ അറിഞ്ഞ കാര്യമല്ല. നിങ്ങൾ രണ്ടുപേരും കൂടെ അടുക്കളയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാം യവൻ കേട്ടിട്ട് എന്നെ ഒന്ന് മൂട്ടി തന്നു. അത് കേട്ടപ്പോ എനിക്കൊരു വിഷമം തോന്നി പറഞ്ഞത്.